2024 വിജയ് ആരംഭിച്ച് തമിഴക വെട്രി കഴകമെന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2026 തമിഴ്നാട്ടിൽ വൻ വിജയം നേടി സർക്കാർ രൂപീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. പുതിയ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാർ സി ജോസഫ് വിജയ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തുറ്റ തുടക്കം തന്നെയാണ് കുറിച്ചത്. ഭരണത്തിലെത്തി ആദ്യ നാളുകളിൽ തന്നെ വിശ്വസനീയമായ ഒരു ഭരണാധികാരിയായി മാറാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് തമിഴക വെട്രി കഴകം അധികാരത്തിലെത്തി 100 ദിവസം പൂർത്തിയാകുമ്പോൾ 2029 പൊതുതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ആവശ്യവുമായി ടി.വി.കെ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിനപ്പുറമുള്ള വളർച്ച ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങളാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ നടത്തുന്നത്. മാനവ വിഭവശേഷി മാനേജ്മെന്റ് മന്ത്രി ശരത് കുമാറാണ് മുഖ്യമന്ത്രി വിജയെ 2029 ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി പരസ്യമായി ഉയർത്തിക്കാട്ടി രംഗത്തെത്തിയത്. തമിഴ്നാട് നിയമസഭയിൽ സംസാരിക്കവേ വിജയുടെ പ്രവർത്തന ശൈലിയെയും അർപ്പണബോധത്തെയും അദ്ദേഹം വാനോളം പുകഴ്ത്തി. രാത്രിയും പകലുമെന്ന വ്യത്യാസമില്ലാതെ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വിജയ് തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രിയെന്നായിരുന്നു ശരത് കുമാറിന്റെ നിയമസഭയിലെ പ്രസ്താവന. ഇതിന് തൊട്ടുതലേന്ന് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രിയും ടി.വി.കെ നേതാവുമായ ആധവ് അർജുനയും സമാനമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഭാവിയിൽ ഇന്ത്യക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളൊരു പ്രധാനമന്ത്രി ഉണ്ടാകണമെന്നും ആ നേതാവ് തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരണമെന്നുമായിരുന്നു വാദം. ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമേ രാജ്യത്തെ ഓരോ പൗരനെയും ഒരുപോലെ കാണാനും തുല്യതയോടെ പരിഗണിക്കാനും സാധിക്കൂ എന്നായിരുന്നു അർജുനയുടെ പരാമർശം. ഇനി ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരിൽ 70% പേരും ഉത്തർപ്രദേശിൽ നിന്നുള്ളവരായിരുന്നു. 1996 കർണാടകയിൽ നിന്നുള്ള HD ദേവഗൌഡ പ്രധാനമന്ത്രിയായതാണ് ദക്ഷിണേന്ത്യക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന പ്രാതിനിധ്യം. 3 പതിറ്റാണ്ടുകളായി വടക്കേന്ത്യൻ പശ്ചിമേന്ത്യൻ നേതാക്കൾ ആധിപത്യം പുലർത്തുന്ന ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് അതിർത്തി നിർണയ പ്രക്രിയകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലാനാണ് ടി.വി.കെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയരുന്നതിന് മുൻപ് തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് സ്വന്തം ഭരണം മികവുറ്റതാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ 100 ദിവസങ്ങളിൽ ജനക്ഷേമ പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് വിജയ് സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ 2545 അംഗങ്ങളുള്ള സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, നവജാത ശിശുക്കൾക്ക് സ്വർണ്ണമോതിരം നൽകുന്ന തായ്മാമൻ തങ്കമോതിരം പദ്ധതി, അർഹരായ വധുക്കൾക്ക് സ്വർണ്ണ നാണയവും പട്ടുസാരിയും നൽകുന്ന അണ്ണാൻസീർ പദ്ധതി എന്നിവ ഇതിനോടകം ജനശ്രദ്ധ നേടിയത് നമുക്ക് മുന്നിലുള്ള ഉദാഹരണമാണ്. വിദ്യാഭ്യാസ, കാർഷിക, ഭവന നിർമ്മാണ മേഖലകളിലും വൻ തുകയാണ് വിജയ സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. 15 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്ന കാമരാജർ പ്രഭാത ഭക്ഷണ പദ്ധതി വിപുലീകരിക്കുകയും കോളേജ് വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പുകൾക്കായി 2000 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു. 14.44 ലക്ഷത്തിലധികം കർഷകർക്ക് ഗുണം ചെയ്ത 6000 കോടി രൂപയുടെ കാർഷിക വായ്പ എഴുതിത്തള്ളലും 12 ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകുന്ന വെട്രി നൈപുണ്യ പദ്ധതിയും സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തെ നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട്. കൂടാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കാൻ 65 സ്റ്റിംഗ് ടാസ്ക് ഫോഴ്സുകൾ, ക്ഷേത്രങ്ങൾക്കും സ്കൂളുകൾക്കും സമീപമുള്ള 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടൽ തുടങ്ങി ജനപ്രിയമായ നിരവധി തീരുമാനങ്ങൾ വിജയ് സർക്കാർ കൈക്കൊണ്ടു കഴിഞ്ഞു. ജലവിതരണത്തിനും ഗ്രാമീണ വികസനത്തിനുമായി ടി.എൻ. വെട്രി പരിപാടിയിലൂടെ പ്രതിവർഷം 6000 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യ നാളുകളിലെ ഈ ചടുലമായ നീക്കങ്ങൾ സർക്കാരിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഷ്ടിച്ച് 2 വർഷം മാത്രം പ്രായമുള്ള ടി.വി.കെ 2026 സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുകയും നിലവിൽ 2029 ഡൽഹി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.